ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI Mania. ഇത് ഡിസൈനേഴ്സിന് മാത്രമല്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് എങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ഫോട്ടോഷോപ്പിലകത്ത് യൂട്യൂബിലെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഓൾറെഡി യൂട്യൂബിൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഓൾട്ട് ടാബ് അടിച്ച് ഈ ബ്രൗസറിലേക്ക് വരും, യൂട്യൂബിൻ്റെ കുറച്ച് പോർഷൻ കാണും, വീണ്ടും ഓൾട്ട് ടാബ് അടിച്ച് ഫോട്ടോഷോപ്പിലേക്ക് പോകും, അതവിടെ ചെയ്ത് നോക്കും, വീണ്ടും ഓൾട്ട് ടാബ് അടിച്ച് യൂട്യൂബിലേക്ക് വരും, അടുത്ത പോർഷൻ കാണും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ ഇടവന്നു. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ യൂട്യൂബിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ട്രിക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്നെക്കാട്ട് സീനിയറായിരുന്ന അദ്ദേഹത്തിന് അതൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് ചിലപ്പോൾ മറ്റു ഒരുപാട് പേർക്കും ചിലപ്പോൾ ഹെൽപ്പായേക്കാം. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ട്രിക്കാണത്. അപ്പോൾ ആ ഒരു ട്രിക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഹെൽപ്പായേക്കാം. അത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതുപോലെ ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും. മറ്റുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് അല്ലാത്തവർക്ക് പോലും അവരുടെ വർക്ക് അവരുടെ എക്സെല്ലോ അല്ലെങ്കിൽ അവരുടെ മൈക്രോസോഫ്റ്റ് വേർഡിലോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യൂട്യൂബ് വീഡിയോസുകൾ കാണാനും പാട്ട് കാണാനും അല്ലെങ്കിൽ സിനിമ കാണാനും ഒക്കെ ഹെൽപ്പായേക്കാം. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വന്നതിന് ശേഷം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്യൂട്ടോറിയലാണ്, ആ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്കത് ചെയ്യണം എന്നിരിക്കട്ടെ. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഐക്കൺ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ട്യൂട്ടോറിയലാണിത്. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു ഐക്കൺ ഡിസൈനിൻ്റെ ട്യൂട്ടോറിയൽ എപ്പോഴും ഇവിടെ വരിക, കാണുക, നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും ഫിഗ്മയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോട്ടോഷോപ്പിലോട്ടൊക്കെ പോവുക, വീണ്ടും അത് വന്ന് ഇവിടെ നോക്കുക. അതൊരു ഭയങ്കരമായൊരു ഡിസ്റ്റർബിങ് കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്യുക. വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിനുശേഷം ഒന്നും കൂടി അതിൻ്റെ ഇവിടെ ആയിട്ട് റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഓക്കെ, അപ്പോൾ ആ പോപ്പപ്പിനകത്ത് ഇവിടെ ആയിട്ട് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്രത്യേകമായിട്ട് പുറത്ത് വരും. ആ പ്രത്യേകമായി പുറത്ത് വരുന്ന വീഡിയോ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ ഫിഗ്മയുടെ ടോപ്പിലായിട്ട് കാണാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ചെയ്യാനാണ് എൻ്റെ പരിപാടിയെങ്കിൽ ഇവിടെ വരിക, എനിക്ക് ആവശ്യമുള്ള സൈസ് അനുസരിച്ചിട്ട് ഇതിനെ റീസൈസ് ചെയ്ത് എൻ്റെ എവിടെയെങ്കിലും സ്ക്രീനിൻ്റെ ഒരു പോർഷനിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ ആയിട്ട് ഞാൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ ഒരു ലാഘവത്തോടുകൂടി വർക്ക് ചെയ്യുക. ഇനി ഫോട്ടോഷോപ്പിലാണോ ചെയ്യേണ്ടതെങ്കിൽ ഫോട്ടോഷോപ്പിൽ വരിക, എന്നാലും അത് അവിടെ തന്നെ കാണും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് സൈസിലേക്ക് ഒന്ന് റീസൈസ് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഏത് വേണമെങ്കിലും ഒരു പോർഷനിലേക്ക് വേണമെങ്കിലും കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യാം. ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആയിട്ട് പ്ലേ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടു ടാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ആ യൂട്യൂബിൻ്റെ ടാബിലേക്ക് പോകാം. വേണ്ട എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ഏതെങ്കിലും ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ടുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ലൈവായിട്ട്. മറ്റുള്ളവർക്ക് വല്ല സിനിമ കാണാനോ മറ്റു പാട്ട് കേൾക്കാനോ ഒക്കെ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ടാബിനെ നമുക്ക് പ്രത്യേകം ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളും, അതായത് വർക്കും നടക്കും, നമ്മുടെ യൂട്യൂബ് കണക്കും നടക്കും. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആയേക്കാം. അതുകൊണ്ട് പെട്ടെന്നുണ്ടാക്കിയൊരു വീഡിയോ ആണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.